ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാമിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുന്ന ചാനലാണെങ്കിൽ തീർച്ചയായും ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് താൽക്കാലികമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് ആയെല്ലാം നിങ്ങളുടെ ലൈവ് സ്ട്രീമിംഗ് ആക്സസ് എല്ലാം നഷ്ടപ്പെടാം. ചില ചാനലുകൾ തമാശയ്ക്ക് വേണ്ടിയെല്ലാം പല കാര്യങ്ങളും ലൈവ് സ്ട്രീമിംഗ് ചെയ്യുമ്പോഴെല്ലാം ചെയ്യാറുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിലെല്ലാം ചെയ്യുന്നവർ ലൈവ് സ്ട്രീമിംഗ് പോളിസിയിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പുതുതായി വന്നിരിക്കുന്ന പോളിസിയിൽ പറയുന്നത്, നിങ്ങൾ തോക്ക് ഇത് നിങ്ങൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നത്, അതുപോലെ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണിക്കുന്നത്, അതുപോലെ ഗൺ എക്സ്പോർട്ട് ചെയ്യുന്നത് കാണിക്കുന്നത്, ഇത്തരത്തിലെല്ലാം നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ലൈവ് സ്ട്രീമിങ്ങിലൂടെ കാണിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിന്റെ ലൈവ് സ്ട്രീമിംഗ് കപ്പാസിറ്റി താൽക്കാലികമായോ അല്ലെങ്കിൽ പെർമനന്റ് ആയോ നഷ്ടപ്പെടുത്താം. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ ചാനലിൽ ചെയ്യാതിരിക്കുക. ഇനി മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ലൈവ് സ്ട്രീമിങ്ങിൽ നിങ്ങൾ കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് ആയ കണ്ടന്റ് ഒന്നും ഉൾപ്പെടുത്താതിരിക്കുക. അതുപോലെ പോളിസിയിൽ പറയുന്ന മറ്റൊരു കാര്യം, 13 വയസ്സിന് താഴെയുള്ള ആർക്കും ലൈവ് സ്ട്രീം ചെയ്യാൻ പാടില്ല എന്നാണ്. ഇനി 13 വയസ്സിൽ കുറഞ്ഞ ആരെങ്കിലും ലൈവ് സ്ട്രീമിംഗിൽ വരികയാണെങ്കിൽ അവരുടെ കൂടെ അഡൽട്ട് ആയ ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഇത്തരത്തിൽ ഒരു പോളിസി യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് മൈനേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി അടുത്തതായി ചില ചാനലുകൾക്ക് അവർക്ക് കുറെ സ്ട്രൈക്ക് എല്ലാം വന്നിട്ടുണ്ടാകാം. പല കാരണങ്ങൾ കൊണ്ടെല്ലാം ചാനലുകളിൽ സ്ട്രൈക്ക് എല്ലാം വരാം. എന്നാൽ ഇത്തരത്തിൽ കുറെ സ്ട്രൈക്ക് എല്ലാം വന്ന് കുറെ വീഡിയോസ് എല്ലാം ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിന് ലൈവ് സ്ട്രീമിംഗ് ആക്സസ് നൽകുകയില്ല. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനലിൽ സ്ട്രൈക്ക് എല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് വീഡിയോസ് എല്ലാം ഡിസേബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ലൈവ് സ്ട്രീമിംഗ് ആക്സസ് ലഭിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുന്ന ചാനലുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള കണ്ടന്റ് മാത്രമാണ് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുക. അതുപോലെ ഏജ് റെസ്ട്രിക്റ്റഡ് ആയ കണ്ടന്റ് ഒന്നും ലൈവ് സ്ട്രീമിംഗിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഇത്തരത്തിലെല്ലാം ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ടന്റ് റിമൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈവ് സ്ട്രീമിംഗ് എബിലിറ്റി നഷ്ടപ്പെടുകയോ ചെയ്യും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്നതിന് ഡെയിലി ലിമിറ്റ് യൂട്യൂബ് വച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ലിമിറ്റിൽ കൂടുതൽ ലൈവ് സ്ട്രീമിംഗ് ആക്സസ് ചാനലുകൾക്ക് ലഭിക്കില്ല. ഒരു ദിവസത്തെ ലിമിറ്റ് എല്ലാം കംപ്ലീറ്റ് ആയി എങ്കിൽ നിങ്ങൾക്ക് 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്